ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചുവപ്പ് ചരട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോശുവ 2-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ ദേശത്ത് വരുമ്പോൾ നിങ്ങൾ ഈ ചുവപ്പ് ചരട് ജനാലയിൽ കെട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും നിങ്ങളുടെ എല്ലാ പിതാവിന്റെ കുടുംബത്തെയും നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ. ഇസ്രായേലിയർ രാഹാബിന് അവളുടെ മുഴുവൻ കുടുംബത്തെയും നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു നിർദ്ദേശം നൽകി. നിന്റെ ജനാലയിൽ ചുവപ്പ് ചരട് കെട്ടുക. അതൊരു അടയാളമായിരുന്നു. യെരിഹോയുടെ നാശത്തിൽ നിന്ന് രാഹാബിന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു ഉടമ്പടിയുടെ അടയാളം. രാഹാബ് ഒരു വേശ്യയായി ജീവിക്കുകയും പാപകരമായ ജീവിതശൈലിയിലൂടെ ഉപജീവനം സമ്പാദിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അവൾക്ക് കർത്താവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു. അവൾ പ്രഖ്യാപിച്ചു, യഹോവ നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ, അവൻ മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാണ്. ഇത് യോശുവ 2-ാം അധ്യായം 9-11 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. രാഹാബ് കെട്ടിയ ആ കടും ചുവപ്പ് ചരട് യേശുക്രിസ്തുവിന്റെ രക്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്യുന്നതിന്റെ രഹസ്യ സ്ഥലത്തും സർവശക്തിന്റെ നിഴലിലും നമ്മളെ ഒളിപ്പിക്കാനും സംരക്ഷിക്കാനും അവന്റെ രക്തത്തിന് മാത്രമേ ശക്തിയുള്ളൂ. അവന്റെ രക്തം നമ്മുടെ ചുറ്റും നമ്മുടെ കോട്ടയും സംരക്ഷണ മതിലുമായി നിലകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം വിജയം നൽകുന്നു എന്ന് നാം ആവർത്തിച്ചേറ്റു പറയുമ്പോൾ ക്രിസ്തുവിന്റെ സങ്കേതത്തിൽ നാം സുരക്ഷിതമായി മറഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം നമ്മിൽ ഉയരുന്നു. സംഹാരദൂതൻ മിസ്രൈമിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ അടയാളപ്പെടുത്തിയ എല്ലാ വീടുകളും ഒഴിവാക്കപ്പെട്ടു. എന്നാൽ രക്തത്തിന്റെ അടയാളമില്ലാത്ത എല്ലാ വീടുകളിലും നാശം അനുഭവിച്ചു. ആദ്യജാതന്മാർ മരിച്ചു, കന്നുകാലികൾ പോലും നശിച്ചു. ഇത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതിനാൽ നാമും എപ്പോഴും ക്രിസ്തുവിന്റെ രക്തത്തിന് കീഴിൽ ഒളിച്ചിരിക്കണം. അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നു, പിതാവായ ദൈവത്തിന്റെ മുന്നറിവനുസരിച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ അനുസരണത്തിനും യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കലിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുദ്ര ആരുടെ മേൽ പതിച്ചിരിക്കുന്നുവോ അവരെ, അവന്റെ രക്തത്തിന്റെ ഉടമ്പടിയുടെ അടയാളത്താൽ മൂടപ്പെട്ടവരെ ലോകത്തിനോ ജഡത്തിനോ പിശാചിനോ യഥാർത്ഥത്തിൽ ജയിക്കാൻ കഴിയുകയില്ല. ക്രൂശിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് എബ്രായർ 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുന്നു. നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. പാപങ്ങളുടെ നട്ടെല്ല് ഒടിക്കപ്പെടുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സാത്താന്റെ തല തകർക്കപ്പെടുന്നു. നമ്മുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. കുഞ്ഞാടിന്റെ രക്തത്താലും അവരുടെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 17-18 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.